നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോണിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയുന്നത് ആറ്റത്തിലെ മറ്റൊരു പാർട്ടിക്കിളായ പ്രോട്ടോണുകളെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക, പ്രോട്ടോണുകളെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളൊരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ. ഓക്കെ, പ്രോട്ടോണിനെ എങ്ങനെയാണ് എക്സ്പെരിമെന്റിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇതേ എക്സ്പെരിമെന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആറ്റത്തിലെ അടുത്തൊരു പാർട്ടിക്കിളായ പ്രോട്ടോണിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് അല്ലെ കാഥോഡ് റേ എക്സ്പെരിമെന്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തായിരുന്നു? ലോങ് ഗ്ലാസ് ട്യൂബ്, ഓക്കെ അല്ലേ, ഒരു 50 to 60 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലോങ് ഗ്ലാസ് ട്യൂബ് ആണെന്ന് പറഞ്ഞല്ലേ. രണ്ട് എൻഡിലും ഇലക്ട്രോഡ് കണക്ട് ചെയ്ത് ബാറ്ററിയുമായിട്ട് കണക്ട്, ഹൈ വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. ശരി, ഒരു വാക്വം പമ്പ് ഉണ്ടായിരിക്കും. ഈ സൈഡിൽ എന്ത് ചെയ്യാം, ഒരു സിങ്ക് സൾഫൈഡ് പോലെയുള്ള ഒരു ഫ്ലോറസെന്റിന്റെ കോട്ടിങ്ങുകൾ ഉണ്ടായിരിക്കും അല്ലെ. സിങ്ക് സൾഫൈഡ് പോലെയുള്ള ഒരു ഫ്ലോറസെന്റ് കോട്ടിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലെ, ഇത്രയൊക്കെയാണ് ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആവശ്യാനുസരണം എന്തുവാണ്, ഇതിന്റെ ഉള്ളിലെ ഗ്യാസുകളെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യുവാനും വേണമെങ്കിൽ ആഡ് ചെയ്യുവാനും അങ്ങനെ എന്ത് ചെയ്യാം, പ്രഷറിൽ വേരിയേഷൻ ഒക്കെ വരുത്താൻ പറ്റുമെന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ. ഇതേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് സയന്റിസ്റ്റായ ഗോൾഡ്സ്റ്റീന് വീണ്ടും ഇതേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നടത്തുന്നത്. ചെറിയൊരു മാറ്റങ്ങളുണ്ട്. ഇവിടെ കാഥോഡായി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ ഇലക്ട്രോഡിന് പകരമായി ഒരു പെർഫറേറ്റഡ് ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. പെർഫറേറ്റഡ് കാഥോഡ്. പെർഫറേറ്റഡ് കാഥോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഹോൾ ഉള്ള ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. വേറെയൊരു പ്രത്യേകതയും ഇല്ല, ചെറിയൊരു മാറ്റങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മളുടെ ഒരു സ്ട്രെയിറ്റ് ലൈന് പോലെയാണ് നമ്മൾ വരച്ചത് എങ്കിൽ ഒരു ഇലക്ട്രോഡ് അല്ലെ, ഒരു മെറ്റൽ ഒരു ദണ്ഡാണ് ഉപയോഗിച്ചത് എങ്കിൽ ഇവിടെ എന്താണ്, മൈന്യൂട്ടായ ഹോളുകൾ, ഇത്രയോ ഹോളൊന്നും ഉണ്ടാകില്ല, അത് ഞാൻ വരച്ചതേ ഉള്ളൂ. അപ്പോൾ മൈന്യൂട്ടായ ഹോളുകളുള്ള പെർഫറേറ്റഡ് ആയ ഒരു ഇലക്ട്രോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഗോൾഡ്സ്റ്റീൻ എന്നൊരു സയന്റിസ്റ്റ് എക്സ്പെരിമെന്റ് നടത്തിയിരിക്കുന്നത്. ഗോൾഡ്സ്റ്റീൻ കണ്ടക്റ്റഡ് അല്ലെ പെർഫോംഡ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ബൈ ടേക്കിംഗ് ആണ് പെർഫറേറ്റഡ് ഇലക്ട്രോഡ്. പെർഫറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്, ഹോളുള്ള എന്ത് ചെയ്യുക, പോറസ് ആയ ഒരു ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എക്സ്പെരിമെന്റുകൾ നടത്തിയത്. ഓക്കെ അല്ലെ. പെർഫറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഹോളുകളുള്ള, പോറസ് ആയ, പോറസ് എന്ന് പറഞ്ഞാൽ ഹോളുകളുള്ള ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്തുവാണ് ഇദ്ദേഹം ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നടത്തുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഗോൾഡ്സ്റ്റീൻ പെർഫോംഡ് അല്ലെ ഗോൾഡ്സ്റ്റീൻ കണ്ടക്റ്റഡ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ബൈ ടേക്കിംഗ് ആണ് പെർഫറേറ്റഡ് ഇലക്ട്രോഡ്. പെർഫറേറ്റഡ് കാഥോഡ്, പെർഫറേറ്റഡ് ആയിട്ടുള്ള കാഥോഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എക്സ്പെരിമെന്റ് നടത്തുന്നത്. ഓക്കെ അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഹൈ വോൾട്ടേജ് ലോ പ്രഷറിൽ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ അല്ലേ. ഓൺ അപ്ലൈയിങ് ഹൈ വോൾട്ടേജ് അറ്റ് ലോ പ്രഷർ. അങ്ങനെ ഹൈ വോൾട്ടേജ് ലോ പ്രഷർ, അതായത് ഇതിലുള്ള ഗ്യാസുകളൊക്കെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്ത് നമ്മൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആനോഡ് കണക്ട് ചെയ്ത ഇവിടെയാണ് നമ്മൾ ഫ്ലൂറസെന്റിന്റെ ലൈറ്റുകൾ അല്ലെ, ഡിഫറൻ്റ് ആയ കളറുള്ള ലൈറ്റുകൾ ഇവിടെയാണ് ഗ്ലോ കാണുന്നത്. ഓക്കെ അല്ലേ. ആനോഡ് കാഥോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയ ഈ ആനോഡിന്റെ എവിടെയാണോ കണക്ട് ചെയ്യുന്നത് അവിടെയാണ് ഗ്ലോ കാണുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ പെർഫറേറ്റഡ് കാഥോഡ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തല്ല ഗ്ലോ കാണുന്നത്,
ഈ ഭാഗത്തും ഒരു ഗ്ലോ കാണുന്നുണ്ട്. ഈ കാതോടിന്റെ പുറകു വശവും എന്തുവാണ്, കുറച്ച് എന്തുവാണ് ഡിഫറന്റ് കളറുള്ള, ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ആണ് നേച്ചർ ഓഫ് ഗ്യാസ് ആണ്. അല്ലെങ്കിൽ ഇവിടെയുള്ള ഫ്ലോറസന്റ് കോട്ടിങ് നേച്ചർ ഒക്കെ മാറുമ്പോൾ ഇതിന്റെ കളർ മാറും. ഇവിടെയാണ് ലൈറ്റ് അല്ലെ ഗ്ലോ കാണുന്നത്. ഓൺ അപ്ലൈങ് ഹൈ വോൾട്ടേജ് അറ്റ് ലോ പ്രഷർ ന്യൂ ടൈപ്പ് ഓഫ് റേ കമ്മിങ് ത്രൂ ദി ഹോൾ ഓഫ് ദി കാതോഡ്. ഈ കാതോഡിന്റെ ഹോളിന്റെ ഉള്ളിലൂടെ എന്താ ചെയ്യാം, വന്നിട്ട് ഇവിടെയാണ് ഒരു ഗ്ലോ കാണുന്നത്. ദിസ് റേ ട്രാവൽ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി കാതോഡ് റേ. ഓക്കെ അല്ലെ, കാതോഡ് റേ എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. നേരത്തെ കാതോടുന്ന് ഭാഗത്ത് ആനോട് ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് എന്തുവാണ്, നേരെ കാതോഡ് റേ എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് കാതോഡ് റേ മൂവ് ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉള്ള എന്തിൽ എന്തുവാണ് ഗ്ലോ കാണുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ ആനോഡ് റേ അല്ലെങ്കിൽ കനാൽ റേസ് എന്ന് പറയും. ഓക്കെ അല്ലേ, ഇത് ആനോഡ് ഭാഗത്ത് നിന്ന് വരുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ കാതോഡ് റേ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു റേ എന്തുവാണ് വന്ന് ഇവിടെ ഇടിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ കാതോഡ് റേ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ വരച്ച പ്രകാരം ലെഫ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് ഈ ഭാഗത്താണ് ഗ്ലോ കാണുന്നത് എങ്കിൽ ഇന്ന് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് ഗ്ലോ ചെയ്യുന്നത്. അപ്പം കാതോട് ആനോട് ഭാഗത്തേക്ക് പോകുന്ന പോലത്തെ ആ റേയിന് നമ്മൾ കാതോഡ് റേ എന്ന് കൊടുത്തുകൊണ്ട് സയന്റിസ്റ്റുമാര് നേരെ തിരിച്ചു വരുന്നതിനെ നമ്മൾ ആനോഡ് റേ അല്ലെങ്കിൽ കനാൽ റേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ എന്തുവാണ് ഗോൾഡ്സ്റ്റീൻ കണ്ടക്റ്റഡ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ബൈ ടേക്കിംഗ് എന്നാണ് പെർഫറേറ്റഡ് ഇലക്ട്രോഡ്. ഓക്കെ അല്ലേ, on applying high voltage at low pressure a new type of ray coming through the hole of the cathode. This ray move opposite to the direction of movement of cathode ray, so this ray is called anode ray അല്ലെങ്കിൽ canal rays എന്ന് പറയും. അപ്പൊ ഇതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഇത്തിരി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. എങ്ങനെയാണ് കാതോഡ് റേ കാതോഡിൽ നിന്നാണോ അല്ലെ ആനോഡ് റേ ആനോഡിൽ നിന്നാണോ ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇത്തിരി എന്തുവാണ് കഴിഞ്ഞ് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ പ്രോട്ടോണുകളെ അല്ലെങ്കിൽ ആനോഡ് റേ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഒന്നുകൂടി പറയാം. ഗോൾഡ്സ്റ്റീൻ എന്നൊരു സയന്റിസ്റ്റ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നടത്തുന്നത് എങ്ങനെയാണ്, പെർഫറേറ്റഡ് ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ എക്സ്പെരിമെന്റുകൾ ചെയ്യുന്നത്. ഇതിലുള്ള ഗ്യാസുകളെ നമ്മൾ റിമൂവ് ചെയ്ത് വാക്വം പമ്പ് ഉപയോഗിച്ച് റിമൂവ് ചെയ്ത് അപ്പോൾ പ്രഷർ എന്താ ചെയ്യാൻ കുറയും. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അപ്പോൾ പ്രഷർ കുറയുക. അപ്പോൾ ഹൈ വോൾട്ടേജ് 5000 10,000 വോൾട്ടേജ് ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ കാതോഡിന്റെ എവിടെയാണോ അതിന്റെ ബിഹൈൻഡിൽ ഒരു ഗ്ലോ കാണുന്നത്. അപ്പോൾ ഇതിന് കാരണം എന്താ വെച്ചാൽ ഈ ഭാഗത്ത് നിന്ന് എങ്ങോട്ടേക്കായി വരുന്ന ഏതൊരു റേ ആയിരിക്കാം എന്ന രീതിയിലാണ് നിഗമനത്തിലാണ് സയന്റിസ്റ്റുമാർ പറയുന്നത്. അതുകൊണ്ട് എന്താണ് ഇതിനെ നമ്മൾ ആനോഡ് റേ അല്ലെങ്കിൽ കനാൽ റേസ് ഒക്കെ പറയും. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പ്രോപ്പർട്ടീസ് ഓഫ് ആനോഡ് റേ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് കനാൽ റേസ് ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെരിമെന്റിലേക്കാണ് ഉപരി ഇതാണ് എക്സാമിന് ചോദ്യം. പ്രോപ്പർട്ടീസ് ഓഫ് കാതോഡ് റേ പറഞ്ഞതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് എന്നാണ് ആനോഡ് റേ നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ, അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി ഇത്തിരി അങ്ങോട്ടായി വരുന്നത്. കാതോഡ് റേയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഏകദേശം അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ് ആനോഡ് റേ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാതോഡ് റേയുടെ പ്രോപ്പർട്ടീസ് എന്തുവാണ് പറയുന്നത്, ഈ കാതോഡ് റേ പോകുന്ന വഴിയിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഷാഡോ നേരെ ഓപ്പോസിറ്റിലാണ് കിട്ടുന്നത്. അതേപോലെ ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യും. ആനോഡ് റേ മൂവ് ചെയ്യുന്ന പാത്തിൽ നമ്മൾ എന്തൊരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ് അതിന്റെ ഷാഡോ നേരെ പുറകിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ കാതോഡ് റേ പറഞ്ഞ പോലെ ആനോഡ് റേ ട്രാവൽ ഇൻ എ ആനോഡ് റേ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, കാതോഡ് റേയുടെ പ്രോപ്പർട്ടീസ് തന്നെയാണ് ഇതും ഇവിടെ വരുന്നത്. അപ്പൊ നമ്മൾ എന്താണ്
ഇതെങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക. ആനോഡ് റേ മൂവ് ചെയ്യുന്ന ഈ പാത്തിൽ എന്തുവാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നിഴല് ഷാഡോ നേരെ പുറം വശമാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം കാഥോഡ് റേ ആനോഡ് റേ എന്തുവാണ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേ എന്താണ് ഒന്നാമത്തെ പ്രോപ്പർട്ടീസ് കാഥോഡ് റേ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ആനോഡ് റേ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അതുപോലെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്തായിരുന്നു നമ്മൾ കാഥോഡ് റേ പറഞ്ഞത് ദേ ആർ മേഡ് അപ്പ് ഓഫ് എന്നാണ് മെറ്റീരിയൽ പാർട്ടിക്കിൾ അല്ലേ. അപ്പൊ എങ്ങനെയായിരുന്നു കാഥോഡ് റേ പോകുന്ന വഴിയിൽ നമ്മൾ ഒരു വീല് പ്ലേസ് ഒരു പാഡില് ഒരു ഫാനില് ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു പാഡിൽ നമ്മൾ പ്ലേസ് ചെയ്ത് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തുവാണ് കാഥോഡ് റേ എന്തുവാണ് മെറ്റീരിയൽ പാർട്ടിക്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതേപോലെ നമ്മൾ എന്തുവാണ് ഇവിടെ പ്ലേസ് ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം ഈ ഭാഗത്ത് എവിടെയെങ്കിലും എന്താ ചെയ്യാം ഒരു പാഡിൽ ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയിരുന്ന ഒരു പാഡിൽ നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തുവാണ് കാഥോഡ് റേ ഈ വീലുകളെ എങ്ങനെയാണോ കറക്റ്റ് ചെയ്യുന്നത് അതേപോലെ ഈ ആനോഡ് റേ എന്താ ചെയ്യാം ഈ വീലിനെ ഇങ്ങനെ കറക്കുന്നുണ്ട്. ഓക്കെ, അതായത് കാഥോഡ് റേ ഏതെങ്കിലും ഒരു വീലിൽ വീഴുമ്പോൾ എന്തുവാണ് ആ വീല് കറങ്ങാൻ തുടങ്ങുന്നത്. ഒരു വീല് കറങ്ങാൻ തുടങ്ങും. അതേപോലെ എന്തുവാണ് ആനോഡ് റേ എന്താ ചെയ്യാം ഒരു വീല് വളരെ വെയിറ്റ് ഉള്ള വീലാകരുത്, വളരെ ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കുന്ന വീലിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഇത് വീഴുമ്പോൾ എന്താ ചെയ്യാം അതും എന്തുവാണ് കറങ്ങുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ആനോഡ് റേ ആർ മേഡ് അപ്പ് ഓഫ് ആണ് മെറ്റീരിയൽ പാർട്ടിക്കിൾ. പഠിക്കാൻ എളുപ്പമാണ്. മെറ്റീരിയൽ പാർട്ടിക്കിൾ സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ്. കാഥോഡ് റേ ആനോഡ് റേ ആർ മേഡ് അപ്പ് ഓഫ് ആണ് മെറ്റീരിയൽ പാർട്ടിക്കിൾ. ഓക്കെ, ശരി. അതുപോലെ നമ്മൾ കാഥോഡ് റേ എന്നാണ് ദേ ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എന്നാണ് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ നമ്മൾ ഈ ആനോഡ് റേ ഈ മൂവ് ചെയ്യുന്ന ഈ പാത്തിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക 2 ഇലക്ട്രോഡുകൾ നമ്മൾ പ്ലേസ് ചെയ്ത് ബാറ്ററിയുമായി നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ അല്ലേ. അങ്ങനെയാകുമ്പോൾ ഇത് ഈ ഭാഗത്താണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ നെഗറ്റീവ് ചാർജുമായി ടെർമിനലുമായി കണക്ട് ചെയ്യുന്ന ഇലക്ട്രോഡ് എവിടെയാണ് ആ ഭാഗത്തേക്കാണ് ഈ ആനോഡ് റേ മൂവ് ചെയ്യുക, ഡിഫ്ലക്ട് ചെയ്യുക. കാഥോഡ് റേ ആണെങ്കിലോ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് അല്ലെ, പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ഇയാളും ഡിഫ്ലക്ട് ചെയ്യുക. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്ത എൻഡിലേക്ക് എന്താ ചെയ്യുക കാഥോഡ് റേ മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആനോഡ് റേ മൂവ് ചെയ്യുന്ന പാത്തിൽ എന്താ ചെയ്യുക 2 ഇലക്ട്രോഡുകൾ കണക്ട് ചെയ്ത് ബാറ്ററിയുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുവാണ് അവിടെ നെഗറ്റീവ് ചാർജ് ഉള്ള പോളുമായി കണക്ട് ചെയ്യുന്ന ടെർമിനലിലേക്കാണ് ഈ ആനോഡ് റേ മൂവ് ചെയ്യുക. അതുകൊണ്ട് എന്തുവാണ് പോസിറ്റീവ് ചാർജ്. ഇതാണ് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ആനോഡ് റേ എന്നാണ് ആനോഡ് റേ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ദേ ആർ മേഡ് അപ്പ് ഓഫ് എന്നാണ് മെറ്റീരിയൽ പാർട്ടിക്കിൾ. ദേ കേരി എന്നാണ് പോസിറ്റീവ് ചാർജ് ആണ് ഇവർ കേരി ചെയ്യുന്നത്. ഓക്കെ അല്ലേ, ശരി. അതുപോലെ നമ്മൾ മറ്റൊന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ പറഞ്ഞ് ഇയാൾക്ക് ചാർജ് ഉണ്ട്. ചാർജ് എന്തുവാണ് ആനോഡ് റേയുടെ ചാർജ് പോസിറ്റീവ് ആണ്. സെക്കൻഡ് നമ്മൾ പറഞ്ഞ മെറ്റീരിയൽ പാർട്ടിക്കിൾ ആണ്. അപ്പോൾ മാസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ ചാർജ് ബൈ മാസ് റേഷ്യോ അല്ലെങ്കിൽ E/M റേഷ്യോ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ചാർജ് ടു മാസ് റേഷ്യോ അല്ലെങ്കിൽ E/M റേഷ്യോ നമ്മൾ കാഥോഡ് റേയിൽ എന്താ പറഞ്ഞത് ഇതിൽ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും ഓക്സിജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും ചാർജ് ബൈ മാസ് റേഷ്യോ സെയിം എന്നാണ് നമ്മൾ കാഥോഡ് റേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ നേരെ ഡിഫറൻ്റ് ആണ്. ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ചാർജ് ബൈ മാസ് റേഷ്യോ എല്ലാം ഓക്സിജൻ ഗ്യാസ് ഫില്ല് ചെയ്താൽ കിട്ടുക, അതല്ല നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്താൽ. ഓരോ ഗ്യാസ് മാറും തോറും ഇതിന്റെ ചാർജ് ബൈ മാസ് റേഷ്യോ എന്തുവാണ് വ്യത്യാസം ആയിരിക്കും. E/M റേഷ്യോ ഡിപ്പെൻഡ് ഓൺ ആണ് നേച്ചർ ഓഫ് ഗ്യാസ് എന്നാണ് ഇവിടെ നമ്മൾ പ്രോപ്പർട്ടീസിൽ നമ്മൾ പറയുന്നത്. അവിടെയാണെങ്കിലോ അല്ലെ ചാർജ് ബൈ മാസ് കാഥോഡ് റേ ആണെങ്കിലോ ചാർജ് ബൈ മാസ് റേഷ്യോ ഇൻഡിപെൻഡന്റ് ഓഫ് നേച്ചർ ഓഫ് ഗ്യാസ് ആണെങ്കിൽ ഇവിടെ എന്തുവാണ് ഡിപ്പെൻഡ് ഓൺ എന്നാണ്. ചാർജ് ടു മാസ് റേഷ്യോ ഡിപ്പെൻഡ് ഓൺ എന്നാണ് നേച്ചർ ഓഫ് ഗ്യാസ് ആണ്. അപ്പൊ നമ്മൾ കാഥോഡ് റേയിൽ നമ്മൾ പറഞ്ഞ് എന്തുവാണ് ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും
ഓക്സിജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന ചാർജ് ബൈ മാസ് റേഷ്യോ സെയിം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവിടെയാണെങ്കിലോ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു E/M റേഷ്യോ ആണെങ്കിൽ ഓക്സിജൻ ഗ്യാസ് ആണ് മറ്റൊരു E/M റേഷ്യോ ആണ്, നൈട്രജൻ ആണ് മറ്റൊരു E/M റേഷ്യോ ആണ്. അപ്പൊ E/M റേഷ്യോ ഡിപ്പെൻഡ് ഓൺ ആണ് നാച്ചർ ഓഫ് ഗ്യാസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവിടെ ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നത് കാര്യം നമുക്ക് ഇത്തിരി കഴിഞ്ഞിട്ട് നമുക്ക് പറയും. ഓക്കെ, അപ്പൊ എന്തുവാണ് E/M റേഷ്യോ ഡിപ്പെൻഡ് ഓൺ എന്നാണ് nature of gas. Okay അല്ലേ? E/M ratio depend on ആണ് nature of gas. അപ്പോൾ properties of anode ray എന്താണ്? Anode ray travel in a straight line. പിന്നെ they are made up of material particle. they carry എന്തുവാണ് പോസിറ്റീവ് ചാർജ്. അതുപോലെ E/M ratio depend on ആണ് nature of gas ആണ്. ഇനി ഈ E/M ratio ഇലക്ട്രോണിന് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിനേക്കാളും കുറഞ്ഞൊരു E/M റേഷ്യോ ആണ് ഇവിടെ നമുക്ക് കിട്ടുക. E/M റേഷ്യോ ഫോർ ആനോഡ് റേസ് ആണ് സ്മോളർ ദാൻ ആണ് ഇലക്ട്രോൺ. അപ്പൊ ഇലക്ട്രോൺ അല്ലെങ്കിൽ കാഥോഡ് റേയിൽ E/M റേഷ്യോ എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിനേക്കാൾ ഇത്തിരി കുറഞ്ഞൊരു വാല്യൂ ആണ് ഇവിടെ നമ്മൾ ചെയ്താൽ കിട്ടുക. E/M റേഷ്യോ ഒക്കെ നമ്മൾ പറഞ്ഞു 1.76 10⁸ എന്നൊക്കെ നമ്മൾ E/M റേഷ്യോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 1.7 × 10⁸ ഇല്ല കൂളം പെർ എന്തുവാണ് ഗ്രാം എന്നൊക്കെ നമ്മൾ കിട്ടിയതാണ്. എന്നാൽ ഇവിടെ നമ്മൾ ആനോഡ് റേയിൻ്റെ ആണെങ്കിൽ അവിടെ കിട്ടിയ വാല്യൂ ഏത് ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടിയതിനേക്കാൾ കുറച്ചും കൂടി കുറഞ്ഞൊരു വാല്യൂ ആണ് കിട്ടുക. E/M റേഷ്യോ ഈസ്നാണ് സ്മോളർ ദാൻ എന്നാണ് ഇലക്ട്രോൺ. അപ്പൊ ഇലക്ട്രോണുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ E/M റേഷ്യോ എന്താ ചെയ്യുക ഇത്തിരി എന്തുവാണ് കുറവായിരിക്കും കിട്ടുക. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ആനോഡ് റേ എന്തുവാണ്? ആനോഡ് റേ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. they are made up of material particle. they carry പോസിറ്റീവ് ചാർജ്. പിന്നെന്തുവാണ് E/M റേഷ്യോ ഡിപ്പെൻഡ് ഓൺ എന്നാണ് നേച്ചർ ഓഫ് ഗ്യാസ്. പിന്നെന്തുവാണ് E/M റേഷ്യോ ഈസ് സ്മോളർ ദാൻ ആസ് കമ്പയർഡ് ടു ഇലക്ട്രോൺ. അപ്പൊ ഇലക്ട്രോണുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക E/M റേഷ്യോ എന്തുവാണ് ഇത്തിരി എന്തുവാണ് കുറവാണ്. ഓക്കെ ശരി, അപ്പൊ ഇത്രയാണ് നമ്മൾ അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് ആനോഡ് റേ എക്സാമിന് ചോദിക്കും. പിന്നെ എന്തുകൊണ്ടാണ് E/M റേഷ്യോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞു തരാം. ശരി, ഇനി ഞാൻ പറഞ്ഞ് ഇതിൽ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യാം, ഓക്സിജൻ ഗ്യാസ് ഫില്ല് ചെയ്യാം, നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യാം. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ടു മാസ് റേഷ്യോ എന്തുവാണ് ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഇതിൽ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലാണ് E/M റേഷ്യോ മാക്സിമം കിട്ടുക. E/M റേഷ്യോ ഏത് ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും ഇലക്ട്രോണിനേക്കാണ് E/M റേഷ്യോ കുറവായിരിക്കും. അതെന്തും ആവട്ടെ അങ്ങനെയാണ്. എങ്കിൽ കൂടെ എന്താ ചെയ്യാം ഈ ഹൈഡ്രജനും ഓക്സിജനും നൈട്രജൻ ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ E/M റേഷ്യോ മാക്സിമം ആർക്കാണ് കിട്ടുക ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ E/M റേഷ്യോ ഈസ് മാക്സിമം ഫോർ എന്നാണ് when hydrogen gas is filled in a discharge tube experiment. ഓക്കെ അല്ല, അപ്പൊ ആനോഡ് റേയുടെ കേസിലാണെങ്കിൽ E/M റേഷ്യോ മാക്സിമം കിട്ടുക എപ്പോഴാണ് ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്താ ചെയ്യാം E/M റേഷ്യോ നമുക്ക് മാക്സിമം കിട്ടുക. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യും. അപ്പൊ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഹൈഡ്രജൻ ഗ്യാസ് അയണൈസ് ചെയ്യുന്ന കാര്യം മനസ്സിലാവുന്നില്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റം വിഘടിച്ച് H+ ഇലക്ട്രോണുകളായി മാറും. അപ്പൊ ഞാനിവിടെ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഫില്ല് ചെയ്യുന്നത് എങ്കിൽ ഈ ഹൈഡ്രജൻ ആറ്റം വിഘടിച്ചിട്ട് എന്തായി മാറും H+ ഇലക്ട്രോണുകളായി മാറും. ഓക്കെ, ഇനി ഞാൻ ഓക്സിജൻ ആറ്റമാണ് ഇതിലേക്ക് ഞാൻ ഫില്ല് ചെയ്യുന്നത് എങ്കിൽ ഇത് ഈ ഓക്സിജൻ ആറ്റം വിഘടിച്ച് O+ അല്ലെ O2+ പോസിറ്റീവ് ചാർജുള്ള ഓക്സിജൻ അയോണുകളും ഇലക്ട്രോണുകളായി മാറും. ഇനി ഈ ഇലക്ട്രോൺ ആണ് നമ്മൾ കാഥോഡ് റേയുടെ കേസിൽ ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ. അപ്പോൾ ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് ആണല്ലോ.
ഇത് പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ ഈ ഇലക്ട്രോണിനെ ഇയാളിങ്ങ് വലിച്ചെടുക്കും, ഇങ്ങോട്ടേക്ക് അട്രാക്ഷൻ. അപ്പൊ ഇതാണ് എന്തായിട്ട് നമുക്ക് കിട്ടുന്നത്, കാഥോഡ് റേ ആയിട്ട് പോകുന്നത്. ഇനി ഇവിടെയുള്ള പോസിറ്റീവ് ചാർജുള്ള ഈ പാർട്ടിക്കിളിനെ ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ഇതാണല്ലോ, ഇയാൾ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. അല്ലേ? അപ്പൊ ഈ H+ ആണ് ഈ പെർഫറേറ്റഡ് കാഥോഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഹോളിലൂടെ വന്ന് ഇവിടെ ഇടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഗ്ലോ കാണുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റം വിഘടിച്ച് H+ ഇലക്ട്രോണായി മാറി ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് പോകും. അത് കാഥോഡ് റേ ആയിട്ട് പോയി H+ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്കായിട്ട് വരും. ഇനി ഓക്സിജൻ ഗ്യാസ് ആണെങ്കിലോ ഇലക്ട്രോണ് വലത്തോട്ടേക്ക് പോയി ലെഫ്റ്റിലേക്ക് വരുന്നതാണ് ഈ O+ അയോണ് ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ ഇതിലൊരു പ്രത്യേകതയുണ്ട്, ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്തുവാണ്, സെയിം ആണ്, ഇലക്ട്രോൺ ആണ്. എന്നാൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന പാർട്ടിക്കിൾ ഡിഫറെന്റ് ആണ്. എന്തുവാണ്, ഹൈഡ്രജൻ ആണെങ്കിൽ H+ ആണ് ഇവിടെ കൊളൈഡ് ചെയ്യുക. ഇനി ഓക്സിജൻ ഗ്യാസ് ആണെങ്കിലോ O+ ആണ്, ഓക്സിജൻ അയോൺ ആണ് ഇവിടെ കൊളൈഡ് ചെയ്യുക. അപ്പം റൈറ്റ് സൈഡിലേക്ക് പോകുന്ന പാർട്ടിക്കിൾ സിമിലർ ആണ്. അപ്പൊ ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ആണ് ഇവിടെ ഇരിക്കുന്നത് എന്നതുകൊണ്ടാണ് ചാർജ് ടു മാസ് റേഷ്യോ ഇൻഡിപെൻഡന്റ് ഓഫ് എന്നാണ് നേച്ചർ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്. എന്നാൽ ആനോഡ് റേയുടെ കേസിലാണെങ്കിലോ ചാർജ് ടു മാസ് റേഷ്യോ ഡിപ്പെൻഡ് ഓൺ നേച്ചർ ഓഫ് ഗ്യാസ് എന്ന് പറയാൻ കാരണം എന്തുവാണ്, ഹൈഡ്രജൻ ആണ് ഗ്യാസ് ആണ് ഫില്ല് ചെയ്യുന്നത് എങ്കിൽ H+ അയോണുകളാണ് ഇവിടെ ഇടിക്കുക. ഇനി ഓക്സിജൻ ഗ്യാസ് ആണ് ഫില്ല് ചെയ്യുന്നതെങ്കിലോ ഓക്സിജൻ അയോൺ ആണ് ഇവിടെ ഇടിക്കുക. ഇനി നൈട്രജൻ ഗ്യാസ് ആണ് ഫില്ല് ചെയ്യുന്നതെങ്കിലോ നൈട്രജൻ അയോൺ ആണ് ഇവിടെ ഇടിക്കുക. എന്നാൽ റൈറ്റ് സൈഡിലേക്ക് കൊളൈഡ് ചെയ്യുന്ന പാർട്ടികൾ എന്തുവാണ്, സിമിലർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, കാഥോഡ് റേയുടെ കേസ് ചാർജ് ടു മാസ് റേഷ്യോ ഇൻഡിപെൻഡന്റ് ഓഫ് നേച്ചർ ഓഫ് ഗ്യാസ് എന്നും ഇനി ആനോഡ് റേ ആണെങ്കിലോ ഡിപ്പെൻഡ് ഓൺ നേച്ചർ ഓഫ് ഗ്യാസ് എന്നും പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനോഡ് റേ ആയാലും കാഥോഡ് റേ ആയാലും എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, ഇവിടെ നിറച്ചിരിക്കുന്ന വാതകങ്ങൾ അയോണീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ആനോഡ് റേയും അതുപോലെ കാഥോഡ് റേ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആനോഡ് റേ എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് വെച്ചാൽ എന്ത് ചെയ്യാം, ആനോഡ് റേ ഈസ് ഒറിജിനേറ്റഡ് ബൈ ദി അയോണൈസേഷൻ ഓഫ് എന്നാണ് ഗ്യാസ് ആണ്. അപ്പൊ ഇതിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഗ്യാസുകൾ അയോണീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആനോഡ് റേയും അതുപോലെ കാഥോഡ് റേയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഇലക്ട്രോഡിന്റെ മുകളിൽ നിന്ന് അല്ല ഈ റേ ആനോഡ് റേ ആയാലും കാഥോഡ് റേ ആയാലും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. കാര്യം മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ പറയാം പ്രോപ്പർട്ടീസ് ഓഫ് ആനോഡ് റേ എന്നാണ്, ദേ ട്രാവൽ ഇൻ ദി സ്ട്രെയിറ്റ് ലൈൻ. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് മെറ്റീരിയൽ പാർട്ടിക്കിൾ, ഓക്കെ ആണല്ലോ. ദേ കെയറി എന്നാണ് പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, ചാർജ് ടു മാസ് റേഷ്യോ ഡിപ്പെൻഡ് ഓൺ നേച്ചർ ഓഫ് ഗ്യാസ്. അതിന്റെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഹൈഡ്രജൻ ആണ് ഫില്ല് ചെയ്യുന്നത് H+ ആണ് ഇവിടെ കൊളൈഡ്, ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ അയോൺ ആണ്, നൈട്രജൻ ആണെങ്കിലും നൈട്രജൻ അയോൺ ആണ് ഇവിടെ കൊളൈഡ്. അതുകൊണ്ടാണ് ചാർജ് ടു മാസ് റേഷ്യോ ഡിപ്പെൻഡ് ഓൺ എന്നാണ് നേച്ചർ ഓഫ് ഗ്യാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ E/M റേഷ്യോ എന്താ ചെയ്യാം, പിന്നെ E/M റേഷ്യോ എന്തുവാണ്, ഏത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ഇലക്ട്രോണിനേക്കാണ് ഇത്തിരി കുറവായിരിക്കും. എങ്കിൽ കൂടി ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്താൽ എന്ത് ചെയ്യാം, മാക്സിമം വാല്യൂ കിട്ടും. അപ്പൊ ഹൈഡ്രജൻ E/M റേഷ്യോ ഈസ് മാക്സിമം ഫോർ എന്നാണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അതുകൊണ്ട് തന്നെ E/M റേഷ്യോ ഈസ് മാക്സിമം when hydrogen gas is filled inside the discharge tube. ഓക്കെ അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വിഘടിച്ച് H+ ഇലക്ട്രോൺ ആയി മാറും. അതുകൊണ്ട് ഈ H+നെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, പ്രോട്ടോൺ ആയിട്ട് പരിഗണിക്കുക. E/M റേഷ്യോ ഈസ് മാക്സിമം when ആണ് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് filled in the discharge tube. ഓക്കെ അല്ലേ? സോ എന്താണ്, proton is considered as proton is obtained by the ionization of the hydrogen gas. അപ്പോൾ നമ്മൾ പ്രോട്ടോണിനെ നമ്മൾ ഈ H+ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പ്രോട്ടോണിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, പ്രോട്ടോൺ ഈസ് എ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് കാരി എന്താണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജും അതുപോലെ ഇവിടെ പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ H+ ആണ് അല്ലേ, H+ ആണ്. H+ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ ഒഴിവാക്കിയാൽ കിട്ടുന്ന പാർട്ടിക്കിൾ ആണ് H+. ഓക്കെ അല്ലേ? അപ്പം പ്രോട്ടോൺ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം,
proton is a fundamental particle carry unit positive charge and mass almost nearly equal to എന്താണ് മാസ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ മാസിന് ഏകദേശം ഈക്വലായി വരുന്ന മാസ് ഉള്ള ഒരു പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക പ്രോട്ടോൺ എന്ന് പറയുക. കാരണം ഹൈഡ്രജന്റെ മാസ് അല്ല, കാരണം എന്ത് ചെയ്യുക ഹൈഡ്രജനിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ ഒഴിവാക്കിയിട്ട് കിട്ടുന്ന മാസ് എത്രയാണ് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക പ്രോട്ടോൺ ആയി നമ്മൾ പരിഗണിക്കുക. ഇലക്ട്രോണിന്റെ മാസ് നെഗ്ലിജിബിളി സ്മോൾ ആയതുകൊണ്ട് ഹൈഡ്രജന്റെ മാസ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അപ്പൊ നമുക്ക് പ്രോട്ടോണിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ H+ എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയാം പ്രോട്ടോൺ ആയി നമ്മൾ പരിഗണിക്കുക. ഓക്കെ അല്ലേ? അപ്പം പ്രോട്ടോണിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? പ്രോട്ടോൺ ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ കേരി എന്നാണ് യൂണിറ്റ് എന്ത് H+നെയാണ് നമ്മൾ പ്രോട്ടോൺ. എന്തുകൊണ്ടാണ് പ്രോട്ടോൺ ആയി പരിഗണിക്കുന്നത്? E/M റേഷ്യോ നമുക്ക് മാക്സിമം കിട്ടുക എപ്പോഴാണ്? ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോഴാണ് മാക്സിമം കിട്ടുന്നത്. അതുകൊണ്ട് E/M റേഷ്യോ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോൾ മാക്സിമം കിട്ടുന്നത് കൊണ്ട് ഈ H+നെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കും? പ്രോട്ടോണുകളായി നമ്മൾ അങ്ങ് പരിഗണിക്കും. ഓക്കെ, അപ്പൊ പ്രോട്ടോണിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? പ്രോട്ടോൺ ഈസ് എ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ കേരി എന്നാണ് യൂണിറ്റ് പോസിറ്റീവ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് ആണ്. പ്രോട്ടോൺ ഈസ് എ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ കേരി എന്നാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആൻഡ് മാസ് ഈക്വൽ ടു നിയർലി ഈക്വൽ ടു മാസ് ഓഫ് ഹൈഡ്രജൻ. കാരണം എന്താ ചെയ്യുക ഹൈഡ്രജൻ എന്ന് പറയുന്നത് H ആണ്, പ്രോട്ടോൺ എന്ന് പറയുന്നത് H+ ആണ്. അപ്പോൾ H+ എങ്ങനെയായിട്ട് ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഒഴിവാക്കിയാലാണ് H+ കിട്ടുക. അപ്പൊ സ്വാഭാവികമായും ഹൈഡ്രജന്റെ മാസ് എത്ര 1 ഗ്രാം ആണെങ്കിൽ ഇതെന്താ ചെയ്യുക 1 ഗ്രാമിലേക്കാണ് ഇത്തിരി കുറവായിരിക്കും. കാരണം എന്താ ഇലക്ട്രോണിന്റെ മാസ് കുറവുണ്ടല്ലേ. അപ്പൊ നമുക്ക് പ്രോട്ടോണിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? പ്രോട്ടോൺ ഈസ് എ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ കേരി എന്നാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആൻഡ് മാസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു മാസ് ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജന്റെ മാസിന് ഓൾമോസ്റ്റ് ഈക്വൽ ആയി വരുന്ന പാർട്ടിക്കിൾ ഏതാണോ, അതുപോലെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഏതാണോ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക പ്രോട്ടോൺ എന്ന് നമ്മൾ പറയാം. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് E/M റേഷ്യോ കാഥോഡ് റേയെ ഇൻഡിപെൻഡന്റ് എന്ന് പറയാൻ കാരണം ഇവിടെ ഹൈഡ്രജൻ ആണെങ്കിൽ കിട്ടുക H+ ഇലക്ട്രോൺ ആണ്, ഓക്സിജൻ ആണെങ്കിലോ ഓക്സിജൻ അയോണും ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഒരു പാർട്ടിക്കിൾ എപ്പോഴും സെയിം ആണ്. അപ്പൊ ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ഇവിടെ സെയിം ആണ്, എന്നാൽ പോസിറ്റീവ് പാർട്ടിക്കിൾ എപ്പോഴും എന്ത് ചെയ്യാം ഡിഫറന്റ് ആണ്. അതുകൊണ്ടാണ് E/M റേഷ്യോ ഇൻഡിപെൻഡന്റ് ഓഫ് നാണ് നാച്ചർ ഓഫ് ഗ്യാസ് ഇൻ ദ കേസ് ഓഫ് നാണ് കാഥോഡ് റേ. E/M റേഷ്യോ ഡിപ്പെൻഡ് ഓൺ നാണ് നാച്ചർ ഓഫ് ഗ്യാസ് ഇൻ ദ കേസ് ഓഫ് ആനോഡ് റേ എന്ന് പറയാൻ കാരണം ഇതാണ്. അപ്പൊ ആനോഡ് റേ ഹൈഡ്രജൻ ആണ്, H+ ആണ്, ഓക്സിജൻ ആണ്, ഓക്സിജൻ അയോൺ ആണ്, ഹീലിയം ആണ്, ഹീലിയം പ്ലസ് ആണ്, നൈട്രജൻ ആണ്, നൈട്രജൻ പ്ലസ് ആണ്. എന്നാൽ കാഥോഡ് റേ ആണെങ്കിൽ സിമിലർ ആണ്. എന്നാൽ E/M ആനോഡ് റേയുടെ കേസിൽ E/M റേഷ്യോ മാക്സിമം ആർക്കാണ് കിട്ടുക? ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോൾ മാക്സിമം കിട്ടുന്നത് കൊണ്ട് ഈ H+നെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കും? പ്രോട്ടോണുകളായിട്ട് അങ്ങ് പരിഗണിക്കും. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ ആനോഡ് റേയും കാഥോഡ് റേയും ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആൻസർ? ആനോഡ് റേ ആയാലും കാഥോഡ് റേ ആയാലും എന്ത് ചെയ്യാം ഒറിജിനേറ്റഡ് ബൈ ദി അയോണൈസേഷൻ ഓഫ് ഗ്യാസ് ഫിൽഡ് ഇൻ ദി ഡിസ്ചാർജ് ട്യൂബ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ആനോഡ് റേ എങ്ങനെയാണ് ഒറിജിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ആനോഡിന്റെ മേലെ നിന്നാണോ അല്ലെ കാഥോഡിന്റെ മേലെ നിന്നാണോ കാഥോഡ് റേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. അപ്പൊ എന്തുവാണ് ഇതിൽ ഫില്ല് ചെയ്തിരിക്കുന്ന വാതകങ്ങൾ വിഘടിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ആനോഡ് റേയും അതുപോലെ കാഥോഡ് റേയും ഒക്കെ പ്രൊഡ്യൂസ്. അല്ലാതെ ഈ ആനോഡിന്റെ മുകളിൽ നിന്നോ അല്ലെ കാഥോഡിന്റെ മുകളിൽ നിന്നോ അല്ല ഈ റേസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഈ ഇലക്ട്രോണിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുക എന്നൊരു ഫംഗ്ഷൻ ആണ് ആര് ചെയ്യുന്നത്? ഈ ഇലക്ട്രോണുകൾ പറയുന്നത്. അപ്പൊ ആനോഡ് റേ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആനോഡ് റേ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ആനോഡ് എന്നാണോ? ഒരിക്കലും അല്ല. ആനോഡ് റേ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി അയോണൈസേഷൻ ഓഫ് നാണ് ഗ്യാസ് ഫിൽഡ് ഇൻ ദി ഡിസ്ചാർജ് ട്യൂബ്. ഓക്കെ, അതുകൊണ്ടാണ് കാഥോഡ് റേ എന്നാണ് ഡിപ്പെൻഡ് ഓൺ നാച്ചർ ഓഫ് ഗ്യാസ്. E/M റേഷ്യോ ഡിപ്പെൻഡ് ഓൺ നാച്ചർ ഓഫ് ഗ്യാസ് എന്നും ആനോഡ് റേ ഇൻഡിപെൻഡന്റ് ഓഫ് നാണ് നാച്ചർ ഓഫ് ഗ്യാസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ചോദിക്കും ആനോഡ് റേയുടെ കേസിൽ E/M റേഷ്യോ മാക്സിമം ഏത് ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? ഏത് ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോഴാണ് E/M റേഷ്യോ ആനോഡ് റേയുടെ കേസിൽ മാക്സിമം കിട്ടുന്നത്. ഇനി ഏത് ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ E/M റേഷ്യോ ഇലക്ട്രോണിനേക്കാണ് ഇത്തിരി കുറവായി? ഏത് ഗ്യാസ് ഹൈഡ്രജൻ ഫില്ല് ചെയ്താൽ, ഓക്സിജൻ ഗ്യാസ് ഫില്ല് ചെയ്താൽ, നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ E/M റേഷ്യോ ഇലക്ട്രോണിനേക്കാളും എന്താണ് ഇത്തിരി കുറവായിരിക്കും. ഓക്കെ, അതുപോലെ E/M റേഷ്യോ ആനോഡ് റേ കേസ് ആർക്കാണ് ഏത് ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോഴാണ് മാക്സിമം കിട്ടുക? ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോഴാണ് മാക്സിമം കിട്ടുക. അതുകൊണ്ട് ഹൈഡ്രജൻ ഗ്യാസിനെ അല്ലെ H+ നമ്മൾ എന്തായിട്ടാണ് പരിഗണിക്കുക? പ്രോട്ടോൺ ആയിട്ട് നമ്മൾ പരിഗണിക്കും. ഓക്കെ, ശരി.
അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ഇവിടെ എക്സ്ട്രാ പഠിക്കാനുണ്ട്. ചാർജ് ഓഫ് പ്രോട്ടോൺ, ഇതിനെയാണ് നമ്മൾ പ്രോട്ടോൺ ആയി നമ്മൾ പരിഗണിച്ചത്. അപ്പൊ ഇവിടെ ചാർജ് പോസിറ്റീവ് ആണ്. അപ്പൊ ചാർജിൽ ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കുന്നു പറഞ്ഞു. അപ്പൊ അത് നമ്മൾ പറഞ്ഞ 1.6 × 10⁻⁻19 കൂളോം. ഓക്കെ അല്ലേ? അപ്പൊ ചാർജ് ഓഫ് പ്രോട്ടോൺ എത്രയാണ്? 1.6 × 10⁻⁻19 കൂൾ. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? അതേ മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ അല്ലേ? ശരി. ഇനി മാസ് ഓഫ് പ്രോട്ടോൺ ഇത് ബൈ ഹാർട്ട് ആയിരിക്കണം. 1.6726 × 10⁻⁻27 കിലോഗ്രാം. ഇതൊന്ന് ബൈ ഹാർട്ട്, ഒന്ന് ബൈ ഹാർട്ട് പിടിച്ചതിന് 1.6726 × 10⁻⁻27 കിലോഗ്രാം ആണ്. ഇപ്പൊ കിലോഗ്രാം നമ്മൾ മാറ്റി ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 1.6726 × 10⁻⁻24 ഗ്രാം. ഇത് ബൈ ഹാർട്ട് ആയിരുന്നു. ചാർജ് ഓഫ് പ്രോട്ടോൺ എത്രയാണ്? ചാർജ് പോസിറ്റീവ് ആണ് എങ്കിൽ കൂടി അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. എത്രയാണ്? 1.6 × 10⁻⁻19 കൂളോം ആണ്. മാസ് എത്രയാണ്? 1.6726 × 10⁻⁻27 കിലോഗ്രാം, അല്ലെങ്കിൽ 1.6726 10⁻⁻24 ഗ്രാം. അപ്പോൾ ഈ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് നമുക്ക് ഒഴിവാക്കിയാലും കുഴപ്പമില്ല, 1.67 എന്ന് നമ്മൾ നിർബന്ധമായി പഠിക്കണം. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്ത് വേണം? ചാർജ് ബൈ മാസ് എത്രയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. ഈ ബൈ എം എങ്ങനെയാണ്? ചാർജ് ഇതാണ് 1.67 10⁻⁻19 ഡിവൈഡ് ബൈ 1.6726 10⁻⁻24 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ എത്രയാണോ അതാണ് ഇത് E/m റേഷ്യോ ഫോർ പ്രോട്ടോൺ കിട്ടും. ഓക്കെ. അപ്പൊ നമ്മൾ രണ്ട് പാർട്ടിക്കിളുകളെ നമ്മൾ ഇതുവരെ എന്തുവാണ് എക്സ്പെരിമെന്റിലൂടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ. അപ്പൊ ഇലക്ട്രോണിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത്, അതുപോലെ പ്രോട്ടോണിനെ നമ്മൾ എന്തുവാണ് ഫൈൻഡ് ഔട്ട് ചെയ്ത്. അപ്പോൾ ആദ്യത്തിലെ രണ്ട് പാർട്ടിക്കിളുകൾ നമുക്ക് എന്തുവാണ് കണ്ടെത്തും. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ നമ്പറുകൾ നമ്മൾ പഠിക്കണം. ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? ഇതേ നമ്പർ, ഇതേ മാഗ്നിറ്റ്യൂഡ് ആണ്, 1.6 × 10⁻⁻19 കൂളോം ആണ്. ഇപ്പൊ ചാർജ് ഏതാണ്? നെഗറ്റീവ് ആണ്. അതേ പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, പക്ഷെ എന്തുവാണ്? മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഇനി ഇലക്ട്രോണിന്റെ മാസ് എത്രയായിരുന്നു? 9.1 × 10⁻⁻31 കിലോഗ്രാം. 9.1 × 10⁻⁻31 കിലോഗ്രാം ആണ്. ഇന്ന് പ്രോട്ടോണിന്റെ മാസം 1.6726 × 10⁻⁻24 ഗ്രാം, അല്ലെങ്കിൽ -27 കിലോഗ്രാം. ഇനി ചാർജ് ബൈ മാസ് റേഷ്യോ നിങ്ങൾ ഒന്ന് സോൾവ് ചെയ്യുക. എങ്ങനെ? ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുവാണ് നമുക്ക് E/m റേഷ്യോ ഫോർ പ്രോട്ടോണുകൾ. ആ നമ്പർ നിങ്ങൾ ഇലക്ട്രോണുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്തുവാണ് ഇത്തിരി കുറവായത് നമുക്ക് കാണാം. ഓക്കെ അല്ലേ? നിങ്ങൾ അത് സോൾവ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിഫറൻ്റ് ആണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ആദ്യത്തിലെ രണ്ട് പാർട്ടിക്കിളുകൾ നമ്മൾ കണ്ടെത്തി. ഓക്കെ അല്ലേ? ശരി. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ് ആദ്യത്തിൽ ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുവാണ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ശരി. അടുത്ത നമ്മൾ എക്സ്പെരിമെന്റ് ആണ്. ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ. ആദ്യത്തിലെ മറ്റൊരു പാർട്ടിക്കിളായ ന്യൂട്രോണിനെ എങ്ങനെയാണ് എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്തുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ശരി. ഇത് പ്രോട്ടോണിനെ കണ്ടെത്തിയത് ചാഡ്വിക് എന്നൊരു സയന്റിസ്റ്റ് ആണ് ന്യൂട്രോണിനെ കണ്ടെത്തിയത്. ഓക്കെ അല്ലേ? ചാഡ്വിക് എന്ന സയന്റിസ്റ്റ് ആണ് ന്യൂട്രോണിനെ കണ്ടെത്തിയത്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബെറിലിയം എന്ന് പറയുന്ന ആളാണ്, എലമെന്റ് ആണ്. ബെറിലിയം 49. ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയും, എന്നാൽ കൂടി ജസ്റ്റ് പറയും. ഇത് അറ്റോമിക് നമ്പർ 4 ആണ്, മാസ് നമ്പർ 9.
ഈ ബെർലിയം എന്ന് പറയുന്ന എലമെന്റിനെ നമ്മൾ ഹീലിയം എന്ന പാർട്ടിക്കിളിനെ കൊണ്ട് ഇടിക്കുക. നിങ്ങൾ വിചാരിക്കുക ഇത് ബെർലിയം എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. ഇതിനെ ഫാസ്റ്റ് മൂവിങ് ആയ ഹീലിയത്തെ നമ്മൾ ആൽഫ പാർട്ടിക്കിൾ എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ ഹീലിയം 24 എന്ന് പറയുന്ന പാർട്ടിക്കിളിനെ നമ്മൾ ആൽഫ പാർട്ടിക്കിൾ എന്നാണ് പറയുന്നത്. എന്തുവാണ് ആൽഫ പാർട്ടിക്കിൾ? അപ്പൊ ഇങ്ങനെ ബെർലിയം എന്ന് പറയുന്ന മെറ്റലിനെ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾ കൊണ്ട് ഇടിക്കും. അപ്പൊ സ്വാഭാവികമായി ഇയാളങ്ങ് മുറിഞ്ഞു പോകും, ഡീകമ്പോസ് ചെയ്യും, വിഘടിച്ചിട്ട് കാർബണും ആയി മാറും. ഇയാളങ്ങ് മുറിഞ്ഞു പോയാൽ എന്ത് ചെയ്യാം? ഇതിപ്പോ വിചാരിക്കാം ഇത് ബെർലിയം എന്ന് പറയുന്ന മെറ്റലാണ്. ഇയാൾ എന്തുവാണ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിളിനെ കൊണ്ടങ്ങ് പിടിക്കുന്നത്. അപ്പൊ ഇയാൾ ഇങ്ങനെ അങ്ങ് രണ്ട് കഷ്ണമായിട്ട് മാറിപ്പോകും. അപ്പൊ ഈ പീസ് എന്ന് പറഞ്ഞാൽ കാർബൺ ആണ്. കാർബൺ 612 ആണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കഷ്ണം കിട്ടുന്നുണ്ടല്ലോ, ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക N01 എന്നാണ്. ഓക്കെ, ഈ പീസിനെ നമ്മൾ എന്ത് ചെയ്യുക? N01. ഈ പീസിനെയാണ് നമ്മൾ എന്ത് പറയുക? ന്യൂട്രോൺ എന്ന് പറയുക. ഓക്കെ അല്ലേ? അപ്പൊ ന്യൂട്രോൺ എങ്ങനെയാണ് കിട്ടുന്നത്? ബെർലിയം എന്ന് പറയുന്ന മെറ്റലിനെ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിളിനെ കൊണ്ട് ഇടിക്കുമ്പോഴാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ന്യൂട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂട്രോൺ ഈസ് ഡിസ്കവേർഡ് ബൈ എന്നാണ് ചാഡ്വിക്. ന്യൂട്രോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എന്നാണ് വെൻ ബെർലിയം മെറ്റൽ ഈസ് എന്നാണ് ബോംബാർഡഡ് വിത്ത് എന്നാണ് ഫാസ്റ്റ് മൂവിങ് ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ അല്ലേ? അപ്പോൾ ബെർലിയം എന്ന് പറയുന്ന മെറ്റലിനെ ആൽഫ പാർട്ടിക്കിളിനെ കൊണ്ട് കൊളൈഡ് ചെയ്യുമ്പോൾ, ഇടിപ്പിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ന്യൂട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളിനെ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷനുകൾ അത്യാവശ്യമൊന്നുമില്ല, ഇതിന്റെ സിമ്പലുകളൊക്കെ നമ്മൾ അങ്ങോട്ടാണ് പറയുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ന്യൂട്രോണിനെ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് സെന്റൻസുകൾ മാത്രമേ നമുക്ക് വേണ്ടൂ. എന്തുവാണ്? ഇതൊരു എന്താണ് ബെർലിയം എന്ന് പറയുന്ന മെറ്റലാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിനെന്ത് ചെയ്യുക? ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിളിനെ കൊണ്ട് ഇടിപ്പിക്കുമ്പോൾ ഇത് രണ്ട് കഷ്ണമായിട്ട് അങ്ങ് മുറിഞ്ഞു പോകുന്നത്. അപ്പൊ ഇതിൽ ഒരു കഷ്ണം ഏതാണ്? കാർബൺ ആണ്. മറ്റൊരു കഷ്ണം എന്തുവാണ്? നമ്മൾ ന്യൂട്രോൺ എന്ന് പറയും. അപ്പൊ ന്യൂട്രോൺ എന്തുവാണ്? ന്യൂട്രോണിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആരാണ്? ചാഡ്വിക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്